എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇന്ന് നമുക്ക് ഹമൂർ എന്ന് പറയുന്ന ഒരു മീനാണ് കിട്ടിയിട്ടുള്ളത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ ഒരു മുറി, അത്രയും മതി. അത്രയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. മസാലയൊക്കെ മീനിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നല്ലപോലെ പാൻ ചൂടായ ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ, ഓയിലൊന്നും ഉപയോഗിക്കരുത്. അതിന് ശേഷം നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്ത് മൂപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 2 സൈഡൊന്ന് നല്ല സോഫ്റ്റായിട്ട് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് മീൻ കോരി മാറ്റാൻ പറ്റും കേട്ടോ. ഒരുപാട് മുരിഞ്ഞു കഴിഞ്ഞാൽ ആ മസാല ടേസ്റ്റൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുകയില്ല. അതുമല്ല മീൻ ഒരു നല്ല ഒരു മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റും കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം കുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുക്കായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. മീൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന കേട്ടോ, പൊടിഞ്ഞു പോവാതെ തന്നെ എടുക്കണേ. എടുത്തതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് അതൊന്നിട്ട് നല്ലപോലെ മൂപ്പിച്ച് കൊടുക്കണേ. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചതച്ചല്ല ചേർക്കുന്നത് കേട്ടോ. പച്ചമുളക് ഞാൻ അരിഞ്ഞ് തന്നെ ഇടുന്നത്. അപ്പോൾ നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 വലിയ സവാള കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ തൊട്ടിപ്പുറത്തെ അടപ്പിലേക്ക് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ഹോൾ സ്പൈസസ് സവാള ഇട്ട് വഴറ്റി ഒരു 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടൊന്ന് തിളപ്പിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് ഗരം മസാലപ്പൊടി. ഒരുപാട് മസാല ഒന്നും ചേർത്തിട്ടില്ല, എല്ലാം കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാം. ഫിഷിൻ്റെ ഫ്ലേവർ മുന്തി നിൽക്കണമല്ലോ. പിന്നെ കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ മസാല ഒന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ അപ്പോഴത്തേക്കും വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ 3 കപ്പ് അരി കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെച്ചാൽ ഒരു വിസിൽ വരുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്താൽ നമ്മുടെ ചോറ് റെഡിയാണ്. പിന്നെ മസാല എല്ലാം നല്ലോണം കുക്കായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മീനും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ആ മീൻ നമ്മൾ മാറ്റി വെച്ച പാത്രം ഉണ്ടല്ലോ, കോരി എടുത്ത് വെച്ച പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മസാല നല്ലപോലെ പയ്യെ കിടന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് കുക്കായി കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഫിഷിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സവാളയും കശുവണ്ടിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി തൂക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരടപ്പ് വെച്ചിട്ട് നല്ലപോലെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ, എയർ പോകാത്ത രീതിയിൽ. പിന്നെ തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക്